ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ അടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഋതു ജയന്റെ വീടിന് നേരെ ആക്രമണം. ഇന്നലെ രാത്രിയോടെ നാട്ടുകാർ ഋതു ജയന്റെ വീട് അടിച്ചു തകർത്തു. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പോലീസ് നാട്ടുകാരെ പിരിച്ചുവിടുകയും ചെയ്തു. സംഭവസ്ഥലത്ത് വൻ പോലീസ് സംഘം കാവലേർപ്പെടുത്തിയിരിക്കുകയാണ്. അയൽവാസികളായ 3 പേരെയാണ് ഋതു ജയൻ കഴിഞ്ഞ വ്യാഴാഴ്ച വീട്ടിൽ കയറി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. പേരേപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരെയാണ് 28-കാരനായ പ്രതി ആക്രമിച്ചത്. ഋതു ജയന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ വിനീഷയുടെ ഭർത്താവ് ജിതിൻ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. ജിതിൻ ഇനിയും അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ദാരുണ കൂട്ടക്കൊലയിൽ ഋതു ജയനെതിരെ നേരത്തെ തന്നെ നാട്ടുകാരിൽ നിന്ന് പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് വീടിന് നേരെയുള്ള ആക്രമണം. വീടിന്റെ മുൻവശത്തെ സിറ്റ് ഔട്ട് അടിച്ചു തകർത്തിട്ടുണ്ട്. വീട്ടിലെ കസേര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തകർത്തു. വീടിന്റെ ജനൽ ചില്ലകളും അടിച്ചു തകർത്തു. ആക്രമണം നടക്കുമ്പോൾ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതേസമയം സ്ഥിരം ക്രിമിനലായ ഋതുവിനെതിരെ നേരത്തെ നടപടിയെടുക്കാത്തതിലും നാട്ടുകാർക്ക് അമർഷമുണ്ട്. മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ 17-അംഗ പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സംഭവത്തിൽ പ്രതിക്കെതിരെയും കുടുംബത്തിനെതിരെയും വൻ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്.